ഞാനിന്ന് എളുപ്പത്തിലൊരു കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു മീഡിയം സൈസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗം കളയുന്നില്ല. ഇതെന്താ വെച്ചാൽ അധികം മൂക്കാത്ത കുമ്പളങ്ങ ആയതുകൊണ്ടാണ് ഇതും കൂടി എടുക്കുന്നത്. കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി വേണ്ടത് ഒരു പച്ചക്കായാണ്. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം. കായ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ കറ കളയാനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുമ്പളങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കായും കൂടി ഇടുന്നുണ്ട്. ഇതിനായിട്ട് ഞാനൊരു 6-7 പച്ചമുളക് ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഇതിനായിട്ടെല്ലാം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. കുമ്പളങ്ങയും കായും കൂടിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി അവസാനമായിട്ട് ഇതിന് വേണ്ടത് 1.5 കപ്പ് തൈരാണ്. അത് ഞാൻ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് പുളി കുറവില്ല തൈരായതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പം തേങ്ങ ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തൈര് അധികം തിളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. നമുക്കിതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇടുന്നുണ്ട്. ഉലുവയും കൂടി പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 2-3 വറ്റൽമുളക് ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ നല്ല സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇഷ്ടമായാലും ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.